ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. യത്പാദപാംസുർബഹുജന്മകൃച്ഛ്രതോ ധൃതാത്മഭിര്യോഗിഭിരപ്യഗമ്യഃ സ ഏവ യദൃഗ്വിഷയഃ സ്വയം സ്ഥിതഃ കിം വർണ്യതേതിഷ്ടമതോ വ്രജൗകസാം. നമ്മൾ കഴിഞ്ഞ കുറച്ചധികം ശ്ലോകങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് തൻ്റെ സാമീപ്യം കൊണ്ട് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ, സർവ്വ ഐശ്വര്യപൂർണനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ആ സുഹൃത്തുക്കളെ, അവിടെ ആ സുഹൃത് ഭാവത്തിൽ ആ ഗോപന്മാരെ ആനന്ദിപ്പിച്ചത് തന്നെ സുഹൃത് ഭാവത്തിലാവുമ്പോൾ ഒരു സങ്കോചം കൂടാതെ, ഒരു തടസ്സം കൂടാതെ പരസ്പരം തങ്ങളുടെ ആ ഒരു സ്നേഹത്തെ കൈമാറുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുകയായിരുന്നു. ആ സുഹൃത്തികൾക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം, ഭഗവാന്റെ സുഹൃത്തായിരുന്നു കൊണ്ട് ഭഗവാനോടുള്ള സ്നേഹത്തെ കൈമാറാനും ഭഗവാന്റെ സ്നേഹത്തെ അനുഭവിക്കുവാനും തങ്ങളുടെ ആ ബാല്യകാലത്തിലെ അധിക സമയവും കൃഷ്ണനോടൊപ്പം ചെലവഴിക്കുവാനും സമയം കിട്ടിയെന്നുള്ളത് അവർക്ക് കിട്ടിയൊരു മഹാഭാഗ്യം. അങ്ങനെ തൻ്റെ ഓരോരോ ലീലകളാൽ ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ അവരെ ആനന്ദിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ പറയുകയാണ് യത് പാദപാംസുർ ബഹജന്മകൃച്ഛ്രതോ. യത് പാദപാംസുഹോ, പാംസു എന്നാൽ പൊടി. യത് പാദപാംസുഹോ, യാതൊരു ആളിൻ്റെ പാദപാംസുക്കളെ, കാലിൽ പറ്റിയിരിക്കുന്ന പൊടിയെ, ബഹുജന്മകൃച്ഛ്രത, അനേക ജന്മങ്ങളിൽ ചെയ്ത തപസ്സുകൊണ്ട്, ധൃതാത്മഭിർയോഗിഭിരപ്യഗമ്യഃ, ധൃതാത്മഭിഃ യോഗിഭിഃ അപി അഗമ്യഃ. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണത്. ധൃതാത്മഭി എന്ന് പറഞ്ഞാൽ വശീകരിക്കപ്പെട്ട, ഇന്ദ്രിയ അന്തഃകരണ സംഘാതത്തോടു കൂടിയ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബാഹ്യ വിഷയങ്ങളിൽ നിന്നും, ഇന്ദ്രിയാദി വിഷയങ്ങളിൽ നിന്നും സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ള, യോഗിഭി അഭി യോഗികളാലും, അഗമ്യ പ്രാപിക്കപ്പെടുവാൻ ബുദ്ധിമുട്ടുള്ള, ദുഷ്കരമായിട്ടുള്ളതായിട്ടുള്ള, അങ്ങനെയുള്ളത് ഏതൊരു ഭഗവാന്റെ പാദപാംസുക്കളെയാണോ, സ ഏവ യദൃഗ്വിഷയ സ്വയം സ്ഥിതഃ, സ ഏവ അത് തന്നെ, ആ ഭഗവാൻ തന്നെ, യദൃഗ്വിഷയഃ, യത് ദൃഗ്വിഷയഃ, യാതൊരാളുടെ നേത്രങ്ങൾക്ക് ഗോചരമായിട്ടിരിക്കുന്നുവോ, സ്വയം സ്ഥിതഃ, സ്വയം എന്ന് പറഞ്ഞാൽ സാക്ഷാത്തായിട്ട് താൻ തന്നെ ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. ആ സുഹൃതികൾക്ക് തൻ്റെ സാമീപ്യം, തൻ്റെ ലീലകൾ ഒക്കെ കൊണ്ട് ആനന്ദിപ്പിക്കുവാനായിട്ട് അങ്ങനെ സാക്ഷാത്തായിട്ട് സ്ഥിതി ചെയ്തുവോ. കിം വർണ്യതേതിഷ്ടമഹോ വ്രജൗകസാം. കിം വർണ്യതേ, എങ്ങനെ വർണ്ണിക്കുവാനാകുന്നതാണത്. ദിഷ്ടമഹോ, ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം, അഹോ എന്ന് പറഞ്ഞാൽ അത്യാശ്ചര്യകരം തന്നെയാണ്. എന്തൊരു ഭാഗ്യമാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെയുള്ള വ്രജൗകസാം എന്ന് പറഞ്ഞാൽ വ്രജവാസികളുടെ, ആ വ്രജവാസികളുടെ ഇപ്പോൾ വൃന്ദാവനത്തിലുള്ള അവരുടെ ആ മഹാഭാഗ്യം, അതിനെക്കുറിച്ച് എന്തു പറയാൻ, അവർക്ക് കിട്ടിയ ഒരു ഭാഗ്യം. ഭഗവാനെ, യാതൊരു ഭഗവാന്റെ പാദപാംസുക്കളെയാണോ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത തപസ്സുകൊണ്ട് തങ്ങളെ തന്നെ ആ ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം ഒതുക്കി ആത്മനിയന്ത്രണം നേടിയ ആത്മജ്ഞാനികളായ യോഗികൾക്ക് പോലും പ്രാപിക്കുവാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്, അത്ര എളുപ്പമല്ലാത്തതായിട്ടുള്ളത് ആ ഭഗവാൻ തന്നെ സ്വയം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഈ വൃന്ദാവനത്തിലുള്ളവരെ, ഗോകുലവാസികളെ ഒക്കെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട്, അവരെ ആനന്ദിപ്പിക്കുന്നതിനായിട്ട്. ഭഗവാനെ, അങ്ങനെയുള്ള ആ ഒരു മഹാഭാഗ്യം സിദ്ധിച്ച ആ വ്രജവാസികളുടെ, ഗോകുലവാസികളുടെ ഭാഗ്യം എന്തൊരു ഭാഗ്യമാണ്. അതെങ്ങനെയാണ് വർണ്ണിക്കാനാവുക. വ്യാസഭഗവാൻ പോലും വാക്കുകൾക്ക് ക്ഷാമം നേരിടുകയാണ്. അവരനുഭവിച്ച ആ ഒരു അവർക്ക് കിട്ടിയ ആ ഒരു മഹാഭാഗ്യത്തെ
അവരനുഭവിച്ച ആ ഒരു ആനന്ദ നിർവൃതിയെ വർണ്ണിക്കുന്നതിന് വ്യാസഭഗവാന് പോലും സാധ്യമല്ലാതെയാകുന്നു. വ്യാസഭഗവാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് വർണ്ണിക്കുക അവരുടെ ആ ഭാഗ്യത്തെ? അതും അവിടെ പറയുകയാണ്, യദൃഗ് വിഷയ, അവർക്ക് കണ്ണുകൊണ്ട് കൺമുൻപിൽ കാണാൻ കഴിയുന്നു ആ ഭഗവാനെ. യോഗികൾക്കൊക്കെ തങ്ങളുടെ യോഗമാർഗങ്ങളിലൂടെ പോലും പ്രാപിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള പാദപാംസുക്കളെ ഇവിടെ ദാ ഈ ഗോകുലവാസികൾ തങ്ങളുടെ കൺമുൻപിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു, ആനന്ദ നിർവൃതി അടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തൊരു ഭാഗ്യം, അഹോഭാഗ്യം! ഇങ്ങനെയുള്ള ഈ ഭാഗ്യത്തെ കിം വർണ്ണ്യതേ, എങ്ങനെ വർണ്ണിക്കാനാണ്? ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യത്പാദപാംസുർബഹുജന്മ കൃച്ഛ്രതോ ധൃതാത്മഭിർയോഗിഭിരപ്യഗമ്യഃ സ ഏവ യദൃഗ്വിഷയഃ സ്വയം സ്ഥിതഃ കിം വർണ്ണ്യതേദിഷ്ടമഹോ വ്രജൗകസാം. യത്പാദപാംസുർബഹുജന്മ കൃച്ഛ്രതോ, കഴിയുന്നതും അതൊക്കെ ചേർത്ത് തന്നെ ആ വരി വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ധൃതാത്മഭിര്യോഗിഭിരപ്യഗമ്യഃ, ധൃതാത്മഭിഃ യോഗിഭിഃ അപി അഗമ്യഃ. അവിടെ ശ്രദ്ധിക്കണം, പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് തന്നെ വായിക്കണം. അപ്പോഴേ അത് അഗമ്യ എന്ന് ആവുകയുള്ളൂ. അത് ശ്രദ്ധിക്കുക. ധൃതാത്മഭിര്യോഗിഭിർ, അവിടെ ആ ഇർ അതുപോലെ യ, യോഗിഭിർ, അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ര്യ എന്നായിരിക്കുന്നത്. കഴിയുന്നതും അതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ യദൃഗ്വിഷയഃ, യത് ദൃഗ്വിഷയഃ, പദം പിരിക്കണ്ട, ശ്രദ്ധിച്ചു വായിക്കുക. ദ കൂട്ടക്ഷരമാണ്. അതുപോലെ യദൃഗ്വിഷയഃ സ്ഥിത, ഇവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. അഥാഘനാമാഭ്യപതന്മഹാസുരസ്തേഷാം സുഖക്രീഡനവീക്ഷണാക്ഷമഃ നിത്യം യദന്തർനിജീവിതേപ്സുഭിഃ പിതാമൃതൈരപ്യമരൈഃ പ്രതീക്ഷ്യത്തെ. അഥാഘനാമാഭ്യപതന്മഹാസുരഃ, അഥ എന്ന് പറഞ്ഞാൽ അനന്തരം. ഇനി അടുത്ത ലീലയിലേക്ക് കടക്കുകയാണ് ഭഗവാന്റെ. അഥ അഥ അഖ, ഇവിടെ അഥ അഖനാമ അഭ്യപത മഹാസുര തേഷാം, ഇങ്ങനെ 4-5 വാക്കുകൾ ചേരുന്നതാണ് അഥാഘനാമ അഭ്യപതൻ മഹാസുരസ്തേഷാം. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം. അഖനാമ, അഖൻ എന്ന് പേരുള്ളതായിട്ടുള്ള ഒരു അഭ്യപത മഹാസുര, മഹാസുര എന്ന് പറഞ്ഞാൽ മഹാസുരൻ, അഭ്യപത എന്ന് പറഞ്ഞാൽ അഭിപതിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും പുതിയൊരു കഥാപാത്രം എന്താ വരികയാണ്. അഖൻ എന്ന് പേരുള്ളതായിട്ടുള്ള ഒരു മഹാസുരൻ, അതായത് കംസൻ്റെ മറ്റൊരു കിങ്കരനാണ്. കിങ്കരൻ എന്താ വരികയാണ്. തേഷാം സുഖക്രീഡന വീക്ഷണാക്ഷമഃ, തേഷാം, തേഷാം എന്ന് പറഞ്ഞാൽ അവൻ്റെ, ഇവിടെ ഈ കുട്ടികളുടെ, അവരുടെ എന്നുള്ള അർത്ഥത്തിലാണ്. അവരുടെ സുഖക്രീഡന വീക്ഷണാക്ഷമഃ, സുഖക്രീഡന വീക്ഷണ, അവരുടെ ആ സുഖമായിട്ടുള്ള കളികളൊക്കെ കണ്ടിട്ട് അക്ഷമഃ എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാത്തവനായിരുന്ന. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അവർ എടുത്തു പറഞ്ഞു സുഖക്രീഡന, അവരങ്ങനെ സുഖമായി സന്തോഷിച്ച് കളിച്ചു കഴിയുകയാണ്. കുട്ടികളുടെ ഭാഗ്യത്തെക്കുറിച്ച് തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ് അങ്ങനെ കളിച്ചു നടക്കുന്നത്, സുഖമായി കളിച്ചു നടക്കുന്നത് കാണാൻ ക്ഷമയില്ലാത്തവനായിരുന്ന അഖൻ എന്നു പേരുള്ളതായിട്ടുള്ള ഒരു മഹാസുരൻ. പിന്നെന്താ പറഞ്ഞത്? നിത്യം യദന്തർ നിജജീവിതേപ്സുഭിഃ, നിത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും,
യദന്തർനിജജീവിതേപ്സുഭി യദന്തഃ നിജജീവിതേപ്സുഭി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യദന്തർനിജജീവിതേപ്സുഭി. യദന്തർ എന്ന് പറഞ്ഞാൽ യദന്തഃ എന്ന് പറഞ്ഞാൽ യാതൊരുത്തൻ്റെ അന്തം, അന്തം എന്നാൽ അവസാനം, നാശം. നിജജീവിതേപ്സുഭി തങ്ങളുടെ ജീവിതത്തെ പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നവരായ പീതാമൃതൈരപ്യമരൈ പ്രതീക്ഷ്യതേ. പീതാമൃതൈ അപി അമരൈ, ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. പീതാമൃതൈ അപി എന്ന് പറഞ്ഞാൽ പീത അമൃതം, അമൃതത്തെ പാനം ചെയ്തിരുന്നവരായിരുന്നാലും, അപി എന്നാൽ എന്നാലും, എങ്കിലും. അപ്പോൾ അമൃതത്തെ പാനം ചെയ്തവരായിരുന്നാലും, അപ്പോൾ അമൃതം പാനം ചെയ്തു കഴിഞ്ഞാലും മരണം ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അമൃതത്തെ പാനം ചെയ്തിരുന്നവരായിരുന്നാലും തങ്ങളുടെ ജീവിതത്തെ പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നവരായിട്ടുള്ള അമരൈ ദേവന്മാരാൽ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ യാതൊരുത്തൻ്റെ നാശമാണോ പ്രതീക്ഷ്യത എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കപ്പെടുന്നു അവരുടെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് നമുക്കറിയാം, ഈ ഗോകുലത്തിൽ വന്ന് ജനിച്ചതൊക്കെയും ഭഗവാന്റെ അവതാരോദ്ദേശം നടപ്പിലാക്കുന്നതിന് ഭഗവാനെ സഹായിക്കുന്നതിനായിട്ട് വന്നു ചേർന്ന ദേവന്മാർ, ദേവലോകത്തു നിന്നുള്ളവരായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ വന്ന്, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെ അമൃതം പാനം ആയിരുന്നവരാണെങ്കിലും, അതായത് ദേവന്മാരാണെങ്കിലും ഇപ്പോൾ ഈ തങ്ങളുടെ നാശത്തെ ആഗ്രഹിക്കുന്ന ഒരാൾ, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, ഈ കുട്ടികളുടെ എല്ലാവരുടെയും ഭഗവാനോടൊപ്പമുള്ള ഈ ദേവന്മാരായ കുട്ടികളുടെയൊക്കെയും കളികൾ കണ്ടിട്ട് തീരെ ക്ഷമയില്ലാത്തവനായിട്ട് ഇതാ ഇപ്പോൾ അനന്തരം അവിടെ വന്നു, വൃന്ദാവനത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഈ ദേവന്മാരൊക്കെ അമൃതം പാനം ചെയ്തിട്ടുള്ളവരാണ്, അവർക്കൊന്നും നാശമില്ല എന്നറിയാം. പക്ഷേ ഇവിടെ പറയുകയാണ് പലതരത്തിൽ ഭഗവാന് വെച്ചിട്ടുള്ള പല ദോഷങ്ങളും, അല്ലെങ്കിൽ ഭഗവാനെ കരുതി ചെയ്ത പല ദോഷങ്ങളിലും കുട്ടികൾ അതിൻ്റെ പരിണത ഫലം അനുഭവിക്കുന്ന നമ്മൾ ഇതിനു മുൻപുള്ള പല ലീലകളിലും കണ്ടിരുന്നു. കുട്ടികൾ ഒരുപാട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഏതൊരുത്തൻ്റെ നാശമാണോ ആഗ്രഹിക്കുന്നത് ആ ഭഗവാനെ നശിപ്പിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഈ അസുരൻ. പക്ഷേ അമൃതം പാനം ചെയ്തവരാണെങ്കിലും ദേവന്മാരും ഇപ്പോൾ, ആ കുട്ടികളും ഇപ്പോൾ തങ്ങളുടെ നിലനിൽപ്പിനായിക്കൊണ്ട് ആ ഭഗവാനെ തന്നെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. ആ ഭഗവാന്റെ നാശത്തിനാണ് ഇപ്പോൾ ഇവിടെ അടുത്ത അസുരൻ വന്നിരിക്കുന്നത്. കുട്ടികൾ അങ്ങോട്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് കളിച്ച് കഴിയുന്നത് കണ്ടിട്ട് തീരെ സഹിക്കാത്ത അസുരൻ, അഖൻ എന്നു പേരുള്ളതായിട്ടുള്ള ഒരു അസുരൻ അനന്തരം അവിടെ വന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഖാധ നാമാഭ്യപതൻ മഹാസുരസ്തേഷാം സുഖക്രീഡന വീക്ഷണാക്ഷമ നിത്യം യദന്തർനിജജീവിതേപ്സുഭിഃ പീതാമൃതൈരപ്യമരൈഃ പ്രതീക്ഷ്യത്തെ. ഇനി ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ അഥാഘ നാമാഭ്യപതൻ മഹാസുരസ്തേഷാം, അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ അഥാഘ നാമ അഭ്യപതൻ മഹാസുര തേഷാമാണ്. അപ്പോൾ പദം പിരിക്കേണ്ട, കഴിയുന്നതും അവിടെ ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ സുഖക്രീഡന വീക്ഷണ അക്ഷമഃ ആണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ യത് അന്തർനിജജീവിതേപ്സുഭിഃ, യത് അന്തറാണ്, ദായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പീതാമൃതൈരപ്യമരൈ, പീതാമൃതൈ അപി അമരൈയാണ്, പ്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ യത് അന്തർനിജജീവിതേപ്സുഭിഃ പീതാമൃതൈരപ്യമരൈ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 14-ാമത്തെ ശ്ലോകമാണ്.
ദൃഷ്ട്വാർഭകാൻ കൃഷ്ണമുഖാനഘാസുരഃ കംസാനുശിഷ്ടഃ സബകീബകാനുജഃ അയം തു മേ സോദരനാശകൃത്തയോർദ്വയോർമമൈനം സബലം ഹനിഷ്യേ. ദൃഷ്ട്വാർഭകാൻ, ദൃഷ്ട്വ അർഭകാൻ, ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, അർഭകാൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ. കൃഷ്ണമുഖാനഘാസുര, കൃഷ്ണമുഖാൻ അഘാസുരഃ. കൃഷ്ണമുഖാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ മുതലായ കുട്ടികളുടെ, അർഭകാൻ ദൃഷ്ട്വ കുട്ടികളെ കണ്ടിട്ട്, അഘാസുര, അഘാസുര എന്ന് പറഞ്ഞാൽ അഖൻ എന്ന് പേരുള്ളതായിട്ടുള്ള ആസുരൻ. അഖം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം പാപമെന്നാണ്. അപ്പോൾ ഈ അസുരന്മാരുടെയൊക്കെ മുഖമുദ്രയാണ് പാപം, പാപകർമ്മങ്ങൾ, ദുഷ്ടത, ദുഷ്ടചിന്തകൾ, ക്രൂരത, ഇതൊക്കെ അവരുടെ ഒരു മുഖമുദ്ര തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് കൃഷ്ണ മുതലായ കുട്ടികളെ കണ്ടിട്ട് അഘാസുരൻ കംസാനുശിഷ്ടഃ, കംസ അനുശിഷ്ടഃ, കംസനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട്, സ ബകീബകാനുജഃ. ഇനി ഇതാരാണ് ഈ അഘാസുരൻ എന്നാണ് പറയുന്നത്? ബകി ബക അനുജ, പൂതനയുടെയും ബകാസുരൻ്റെയും അനുജനായിട്ടുള്ള അഘാസുരൻ. ബകി എന്ന് പറയുന്നത് ബകൻ്റെ സഹോദരി ആയതുകൊണ്ടാണ്. ബകൻ്റെ സഹോദരിയാണ് പൂതന. അപ്പോൾ പൂതനയുടെയും ബകാസുരൻ്റെയും ഒക്കെ സഹോദരനായിട്ടുള്ള ആ അഘാസുരൻ അയം തുമേ സോദരനാശകൃത്തയോർദ്വയോർമമൈനം സബലം ഹനിഷ്യേ. അയം തു മേ, അയം തു ഇവൻ തന്നെ, മേ എൻ്റെ, സോദരനാശകൃത്തയോർദ്വയോർമമൈനം, സോദരനാശകൃത തയോഹോ ദ്വയോ മമ ഏനം. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ വരുന്നുണ്ട്. സോദരനാശകൃത് എന്ന് പറഞ്ഞാൽ സോദരരെ നശിപ്പിച്ചവൻ. കൃഷ്ണൻ ആരാ? അഘാസുരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരങ്ങളെ ഒക്കെ ഇല്ലാതെയാക്കിയവനാണ്. ബകാസുരനെ, പൂതനയെ ഒക്കെ കൊന്നുകളഞ്ഞ മഹാദുഷ്ടനായിട്ടുള്ള ഒരു ചെക്കനാണ്, ഒരു കാലിച്ചക്കനാണ് അഘാസുരനെ സംബന്ധിച്ചിടത്തോളം ആ കൃഷ്ണനുണ്ണി. അതുകൊണ്ട് ഇവിടെ പറയാ തൻ്റെ സോദരനാശകൃത്, തൻ്റെ സോദരരെ നശിപ്പിച്ചവൻ. തയോ, തയോ എന്ന് പറഞ്ഞാൽ ആ രണ്ടു പേര്, ദ്വയോ, തയോ ദ്വയോ, ആ രണ്ടു പേരുടെ സന്തോഷത്തിനായിട്ട്, അതായത് തൻ്റെ സഹോദരങ്ങൾ പൂതനയും ബകാസുരനും വധിച്ചതീം ഈ കൃഷ്ണനാണല്ലോ. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ, തൻ്റെ സഹോദരങ്ങളെ ഇല്ലാതെയാക്കിയവനായിട്ടുള്ള ആ കൃഷ്ണനെ ഇപ്പോൾ എൻ്റെ രണ്ട് സഹോദരങ്ങളുടെ സന്തോഷത്തിനായിക്കൊണ്ട് സബലം ഹനിഷ്യേ, ബലനോടു കൂടിയ, അതായത് ബലരാമനോട് കൂടിയ, ഏനം, ദ്വയോർ മമ ഏനം, അപ്പോൾ ഏനം ഇവനെ ഹനിഷ്യേ കൊല്ലുന്നേൻ. അപ്പോൾ കൃഷ്ണനെ മാത്രമല്ല, കൃഷ്ണൻ്റെ സഹോദരനായിട്ടുള്ള ബലരാമനെയും കൂടി കൊല്ലുന്നുണ്ട് ഞാൻ. ആ ദൃഢനിശ്ചയത്തിലാണ് ഇവിടെ അഘാസുരൻ വന്നിരിക്കുന്നത്. കാരണം തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ബകനെയും ബകിയെയും കൊന്നത് ഈ കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ അന്നൊക്കെ കൃഷ്ണൻ്റെ വലിയ വലങ്കൈയായിട്ട് നടക്കുന്നത് ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമനും. ഇപ്പോഴാകട്ടെ തനിക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ്. മറ്റു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ട് നടക്കുന്ന കൃഷ്ണനും രാമനും ഇവിടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ കൃഷ്ണനെ മാത്രമല്ല, ആ കൃഷ്ണൻ്റെ സഹോദരനായിട്ടുള്ള ബലരാമനെയും തീർക്കുന്നുണ്ട്. കാരണം എൻ്റെ രണ്ട് സഹോദരങ്ങളെ തീർത്തവനാണ് ഈ കൃഷ്ണൻ. അങ്ങനെ എൻ്റെ സഹോദരങ്ങളുടെ നാശത്തിനിടയാക്കിയ കൃഷ്ണനെയും കൃഷ്ണൻ്റെ സഹോദരനെയും ഞാൻ കൊല്ലുന്നത് വഴി എൻ്റെ സഹോദരങ്ങൾക്ക് സന്തോഷമാകും. അപ്പോൾ അവരുടെ സന്തോഷത്തിനായിക്കൊണ്ട് ഞാൻ ഈ കൃഷ്ണാദികളെ കൊല്ലുന്നുണ്ട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൃഷ്ട്വാർഭകാൻ കൃഷ്ണമുഖാനഘാസുര കംസാനുശിഷ്ട സബകീബകാനുജ
അയം തുമേ സോദരനാശകൃത്തയോർദ്വയോർമമൈനം സബലം ഹനിഷ്യേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദൃഷ്ട്വാർഭകാൻ, ദൃഷ്ട്വ അർഭകാനാണ്. അതുപോലെ കൃഷ്ണമുഖാനഘാസുര, മുഖാൻ അഘാസുരഹാണ്. അവിടെ അകാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അവിടെ ഒരു വിസർഗമുണ്ട്. പിന്നെ കംസാനുശിഷ്ട ബകീബകാനുജ, ഇവിടെയുമൊക്കെ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത് സോദരനാശകൃത്തയോർദ്വയോർമമൈനം, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനി അങ്ങനെ ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സോദരനാശകൃത്തയോ, അവിടെ വിസർഗമിട്ട് പകുതി ഹകാരത്തിൽ വായിച്ചിട്ട് താഴെ ദ്വയോർമമൈനം, ആദ്യത്തെ മാ കൂട്ടക്ഷരവുമാണ്. അപ്പോൾ അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അഘാസുരൻ ഉറപ്പിച്ചു കഴിഞ്ഞു കൃഷ്ണനെ വധിക്കുമെന്നുള്ളത്. അപ്പോൾ ഇനി എങ്ങനെ വധിക്കണം എന്നുള്ളതിന് ഈ അഘാസുരൻ തന്നെ കണ്ടുപിടിച്ച ഉപായമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുവാൻ പോകുന്നത്. നമുക്കത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.